നീ കാണുന്നില്ല? വേണ്ട ഏട്ടാ, എനിക്ക് അവനെ ഇനി അങ്ങനെ കാണാൻ പറ്റുകയില്ല. എൻ്റെ മനസ്സിൽ അവൻ്റെ ഒരു മുഖമുണ്ട്, അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഞാൻ ഇങ്ങനെ വിഷമിക്കില്ല അനിതേ. ഒരു മാനസിക രോഗിയുടെ അമ്മയുടെ വിഷമം നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഞങ്ങൾക്ക് മനസ്സിലാവും. അതെന്താ നിങ്ങളുടെ മോന് വട്ടണ്ട? ഇല്ലില്ല, അത് അവരെ നിങ്ങൾക്ക് മനസ്സിലാവുന്നു. നിങ്ങൾക്ക് എന്തിന്റെ കേടായിരുന്നു? ഏത് കടയിൽ നിന്ന് കറണ്ട് കടന്ന് മേടിച്ച് ആ നാരുടെ കടകളിൽ മൊത്തം മുഴുവാ. അപ്പുറത്തെ കടയിൽ നിന്ന് മേടിച്ചാൽ മതിയായിരുന്നു. സാരല്ല, ചെല്ല്. കണ്ടിട്ട് വരാം. കൊച്ചിനൊന്നും കൊണ്ടുവരാതെ വന്നെന്താ? കൊണ്ടുവരാം. ഇനി വരുമ്പോ ആട്ടെ. അമ്മച്ചി ഒരാപ്പിളും കൂടി തരട്ടെ? വേണ്ട. വിളിക്കണോ? വേണ്ട, റെസ്റ്റ് ചെയ്തോട്ടെ. ഇറങ്ങാം. ഇതാരാ? സൂചേട്ടാ, നിങ്ങളിങ്ങനെ വീടിൻ്റെ അകത്ത് കയറിയിരിക്കാതെ പുറത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങും. എടാ, ഞാനൊന്നും ഇല്ലടാ പുറത്തോട്ട്. ആൾക്കാരൊക്കെ ഒരുമാതിരി നോട്ടവും വർത്താനവും ഒക്കെയാണ്. വയ്യടാ, നീ പോക്കോ, ഞാനില്ല. ഞാനൊന്ന് കിടക്കട്ടെ. നിങ്ങളൊന്ന് പുറത്തോട്ടിറങ്ങി പഴയ പോലെ എല്ലാവരോടും ഇടവളങ്ങുമ്പോൾ ഇതെല്ലാം നോർമലാവും. ഒരു കാര്യം ചെയ്യ്, എഴുന്നേറ്റ് റെഡിയാവും. ഞാൻ താഴേക്കാം. പോകുന്ന വഴിക്ക് നമുക്ക് ബുള്ളറ്റും കൊടുത്തുണ്ടോ? ഞാൻ താഴെ കണ്ട് റെഡിയായിട്ട് പറഞ്ഞേ. ആ, അമ്മ, അമ്മക്ക് തോന്നണ്ട എനിക്ക് ഭ്രാന്തുണ്ടെന്ന്? പറഞ്ഞ എന്റെ പൊന്നു മോനെ, നിനക്കൊന്നുമില്ല. അമ്മക്കറിയാം അമ്മയുടെ പൊന്നു മോനെ ഒന്നുമില്ല. അമ്മ രാജപ്പൻ വൈദ്യനോട് പറഞ്ഞിട്ടുണ്ട് കിഴി പിടിക്കാൻ. അത് പിടിച്ചു കഴിഞ്ഞാൽ എല്ലാം മാറും മോനെ. രാജവൈദ്യരെ കിണ്ടി നിങ്ങളുടെ കെട്ടിടം കൊടുക്ക് സുജിത് കുമാറിന്. നീ ഏതായിരുന്നു? ഞാനിവിടെ പറമ്പിൽ പണിക്കൊന്ന, പിന്നെ നിങ്ങളുടെ ദുഃഖത്തിൽ പങ്കെടുത്തിട്ട് പോവാന്ന് വിചാരിച്ചു. എന്നാ പിന്നെ പങ്കെടുത്തോ? ആയിക്കോട്ടെ. എന്നിട്ട് പറമ്പിലെ പണി തീർന്നായിരുന്നു കേട്ടോ. ഓ, ഇനിയിപ്പോ ഈ മൂടിൽ എങ്ങനെയാ? എന്താണ്? ഒന്നും ചെയ്യില്ല, പേടിക്കണ്ട. ഇപ്പൊ വെളി പോണ്ട, വെയില് മുത്ത് വരിക. എന്നാലും കൊട എടുത്തിട്ട് പോ. എടിയാ കൊട എടുത്തേ. ആ, തണല് പറ്റിപ്പോക്കോ. എടാ പാച്ച, ഈ വഴി വരണ്ടായിരുന്നടാ. മറ്റേ കനാൽ റോഡ് വഴി പോയാൽ മതിയായിരുന്നു. ഇവിടെ ഈ പണിയും കൂലില്ലാത്തമാർ റോഡിലിരുന്ന് ഒരു വക നോട്ടോടാ. ഇതേ കണ്ട ചേച്ചി നമ്മളെ നോക്കി, നമ്മളേതാണ്ട് തുണിയിലാണ്ട് വന്നോട്ടാണ്. സൂചേട്ടാ, നിങ്ങൾ അവരെ നോട്ടമൊക്കെ കണ്ടിട്ട് ചുമ്മാ മനസ്സിലിട്ട് ഓരോന്ന് ചിന്തിക്കല്ലേ. ആകെ പ്രശ്നമാണെന്ന് അറിഞ്ഞിട്ടാ ഞാൻ വന്നത്. മനസ്സിന്റെ പ്രതീക്ഷ കൈവിടല്ലേ സൂചേട്ടാ. നിങ്ങളിങ്ങനെ ഓരോന്നോരോന്ന് ആലോചിച്ച് കോംപ്ലിക്കേറ്റ്. ആ, കുഞ്ഞു സിമ കൂട്ടാ. എങ്ങോട്ടാ? ഞാനും സൂചേട്ടും കൂടാ. സൂചേട്ടൻ, നീ കടയിലേക്കോ, ഞാൻ ബുള്ളറ്റായിട്ട് വരാം. ഞാൻ വീട്ടിൽ വന്നിട്ട് കാണിക്കാം. സൂചേട്ടാ, ഇതെന്ത് വസ്തു? എടാ, ആൾക്കാരൊക്കെ നോക്കണം, മനസ്സിലാവാണ്ടിരിക്കാൻ വേണ്ടി കെട്ടിയതോ. മനസ്സിലാവണല്ലോ. നീ എന്താണ് ഞായറാഴ്ച ആയിട്ട് കടയൊക്കെ തുറന്നിരിക്കണത്? ഓർമ്മയൊക്കെ പോയാ? കുറച്ചാൾ കട അടച്ചിട്ടേക്കല്ലായിരുന്നോ, ഒന്ന് ക്ലീൻ ചെയ്യാന്നൊക്കെ വിചാരിച്ചു. എടാ, നിനക്ക് വയ്യാണ്ടിരിക്കല്ലേ? ആ പണിക്കാരനെ കൊണ്ട് ചെയ്യിച്ചൂടെ? എടോ, തനിക്ക് ഞായറാഴ്ച എവിടെയെങ്കിലും പോയി കവട്ടടിച്ച് കിടന്നാ പോരെ? ആ, അതിന് തന്നെ പോണു. മരം പോലെ വനങ്ങളിലല്ല. ഒന്നും മിണ്ടണ്ട സൂചേട്ടാ. എന്തി എന്താ ഞങ്ങളെ വിളിക്കായിരുന്നു? മനസ്സിലാക്കിയില്ലോടാ നീ ഞങ്ങളെ. ഈ നാട്ടുകാർ നിന്റെ പറയാൻ ഞങ്ങൾ വിചാരിച്ചോ? ഞങ്ങളുണ്ടോ നിന്റെ കൂടെ? വിശ്വാസമല്ലേ? എന്താ
ഓടാ, ഞാൻ ഒറ്റക്കല്ലടാ, എനിക്ക് മനസ്സിലായത്. ഇതെന്താടാ ഇത്? കുടിച്ചോടാ, പറ്റിപ്പ കടിച്ചായി. ഇതെന്തട്? പച്ചവെള്ളോ? നീ മരുന്നൊക്കെ ഇങ്ങനെയല്ലേ, എന്തെങ്കിലും റിയാക്ഷൻ ഉണ്ടായാലോ? എന്ത് റിയാക്ഷൻ? കെമിക്കൽ റിയാക്ഷൻ. സുഖമില്ലാണ്ടിരിക്കല്ലേ, കുറച്ച് കഴിച്ചാൽ മതി. എടാ, നീയൊക്കെ എന്നെ രോഗിനെ പോലെയാണ് കണ്ടേക്കണത്. എടാ, എനിക്കൊരു കുഴപ്പമില്ലടാ. പിന്നെ നീ തവിട് കുടിക്കാനാണ് പ്രാന്താശുപത്രി പോയി കിടന്ന്? അതെ, സൂചേട്ടനൊരു ലോൺ കിട്ടാൻ വേണ്ടി ഞങ്ങൾ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാൻ പോയതാ. ലോണിന്റെ ആവശ്യമില്ല, ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നീ ചുമ്മാ നുണറല്ലേ? എടാ, സത്യമായിട്ടും നാളെ ഞങ്ങൾ അപ്ലൈ ചെയ്യും. പാച്ചാ, ഈ ഭ്രാന്ത് എന്ന് പറഞ്ഞാലല്ലോ, ശരീരത്തിന് വന്നിട്ട് പനി പോലെ മനസ്സിൽ വരുന്നൊരു അസുഖം, അത്രേ ഉള്ളൂ. ഞങ്ങൾ ഇതിനെ അങ്ങനെ കണ്ടിട്ടുള്ളൂ, നീ അങ്ങനെ കാണണം. പ്രോമിസ്. ഞാനൊരാളെ കൊന്നു. മനഃപൂർവ്വമല്ല, പറ്റിപ്പോയി. സുഖു കേൾക്കുന്നില്ല, ഒന്ന് തിരിഞ്ഞെന്ന് പറയാവോ? മനഃപൂർവ്വമല്ല, പറ്റിപ്പോയി. അതിന് സുഖുന്റെ ജീവിതം ജയിലിൽ ഒരുക്കി തീർക്കണോ? പറ, നിങ്ങൾ പറയടാ. എന്റെ പൊന്നു സുഖു, ഇതിൽ നല്ല പാച്ചം പറഞ്ഞു തുടങ്ങിയിരുന്നു. പാച്ച ഇപ്പൊ എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞില്ലേ? ഇനി നിങ്ങൾക്കടയില് സുഖുന്റെ ക്ലാസ്സിൽ സ്ഥാനമില്ല. സൂചേട്ടം സൂചേട്ടം അവന്മാര് പറയുന്നൊന്നും മൈൻഡ് ചെയ്യണ്ട. ആരും മാറാമുള്ളടാ, സമൂഹം ഒറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കേ. നീ നോക്കിക്കോ, എനിക്കൊരു പെണ്ണൂലും കിട്ടൂല. കിട്ടും സൂചേട്ടാ, കിട്ടും. ഇല്ലെങ്കിൽ ഞാനൊരു പെണ്ണെ കണ്ടുപിടിച്ച് തരും. ഹലോ, ആ സൂചേട്ടാ എന്റെ അടുത്തുണ്ടല്ലോ. ആ വരാം. പിന്നെന്താ സൂചേട്ടാ, വണ്ടി ഹോസ്പിറ്റലിലോട്ട് എടുത്തോ. സുമയ്ക്ക് എന്തോ പറയണമെന്ന്. എടാ, നിനക്ക് പറഞ്ഞിട്ട് മനസ്സിലാവുള്ളേ. ഞാനൊന്നല്ല ഹോസ്പിറ്റലിലോട്ട്, അവിടെ നിറച്ച ആൾക്കാരായിരിക്കൂടാ. പിന്നെ അവിടെ ചുമയും പനിയായിട്ട് വരുന്നവരല്ല, നിങ്ങളെ കാണായിരിക്കും. പാച്ച 5 മിനിറ്റ് ഇട്ടാ. എന്താന്ന് വെച്ചാ പറ, ആൾക്കാരൊക്കെ നോക്കണെന്ന്. ഞാൻ തിരിഞ്ഞെന്ന് പറഞ്ഞോട്ടെ നീ സുചേട്ടാ? തിരിഞ്ഞ മലന്ന തലൂത്തി എങ്ങനെങ്കിലും പറയുന്നു. താങ്ക് യു. സൂചേട്ടന് അസുഖം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എനിക്ക് സൂചേട്ടനോടുള്ള ഇഷ്ടത്തിന് കുറവൊന്നുമില്ല. ഇതൊരു പൂന്തോട്ടത്തിൽ വെച്ച് പറയണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷെ സാഹചര്യങ്ങൾ അങ്ങനെയല്ലല്ലോ. എനിക്ക് സൂചേട്ടനെ ഭയങ്കര ഇഷ്ടമാണ്. ഐ ലവ് യു. തിരിയട്ടെ മോളെ സുമേ, നീ ആരാ? അയ്യോ സൂചേട്ടൻ, ഞാൻ അപ്പുറത്തെ വീട്ടിലെ സുധാകരന്റെ പെങ്ങള്. സുധാകരന്റെ പെങ്ങള്? സുധാകരൻ ആരാ? എൻ്റെ കൂട്ടുകാരൻ. സുധാകരന്റെ പെങ്ങളെന്ന് പറഞ്ഞാൽ എൻ്റെ പെങ്ങളാണ്. ആരാണ്? പെങ്ങള്. പെങ്ങള്.